ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കിച്ചൺ വീഡിയോ ആണ്, ചെറിയൊരു കിച്ചൺ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം തോരൻ വയ്ക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വല്ലാത്ത ഒരു കാലാവസ്ഥ. ചെറുതായിട്ടൊന്ന് മഴ പെയ്യും, വീണ്ടും വെയിൽ ഉറയ്ക്കും, കറണ്ട് പോവും വരും, കറണ്ട് പോവും വരും, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ. അപ്പം നമുക്ക് ഒത്തിരി നെത്തോലി കിട്ടിയായിരുന്നു. ഇത്രയും നേരം നെത്തോലി നുള്ളക്കത്തിൻ്റെ ഒരു ജോലിയായിരുന്നു. നെത്തോലി നുള്ളി കറി അടുപ്പിലേക്ക് വെച്ചു. ഇതേ കണ്ടോ, നല്ല സൂപ്പർ നെത്തോലി തിളച്ച് അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അതിൽ ഞാൻ പച്ചമുളക്, കറിവേപ്പില, തക്കാളിക്ക് ഇത്രയും ഞാൻ ഇട്ടു. അപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഈ ശകലം മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം നെത്തോലി കൂട്ടാനിൽ മാങ്ങ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ. നമുക്കിപ്പോൾ ഇവിടെ പുളിഞ്ചിക്ക നിൽപ്പുണ്ട്. ഞാൻ ചില കറികളിലൊക്കെ പുളിഞ്ചിക്ക ഇടാറുണ്ട്. അപ്പം ഇത് ഓണത്തിന് നമ്മൾ അച്ചാറിടാൻ മേടിച്ച മാങ്ങയിലോ ഒരു മാങ്ങ ഞാനെടുത്ത് വെച്ചിരുന്നതാണ്. ഇത് ഇന്നാൾ ഞാൻ ഒരു മാങ്ങയിൽ ഇട്ടിട്ട് ഒരു പുളി മാങ്ങ വെച്ചിരുന്നതാണ്. എല്ലാം കൂടി ഇടുമ്പോൾ ചിലപ്പം പുളിപ്പ് കൂടിപ്പോവും. ഞാൻ ഇത്തിരി പുളി അരച്ചായിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി തക്കാളി ഇട്ടു. അപ്പം പുളിപ്പ് കൂടിപ്പോയാൽ കൊള്ളില്ല. അത് കഴിഞ്ഞിട്ട് ഇത്തിരി പയറും, അപ്പം അതിലേക്കിടാം. ഇത്തിരി പയറും ക്യാരറ്റും കൂടി തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ശകലം മോര് കറി സൈഡിലിരിക്കുന്ന അത്. അപ്പം അതൊക്കെ ഇട്ടാൽ കറി ഒന്ന് തിളച്ചക്ക വരുമ്പം അതിൻ്റെ ഒരു പ്രത്യേക മണമാണല്ലോ, പച്ചയ്ക്ക് അരച്ചക്ക. അപ്പോൾ അതേ പയർ, നല്ല ശുദ്ധമായ പയർ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. മോര് കറിക്ക് അരച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ചേർത്തെടുക്കണം. പിന്നെ എല്ലാവർക്കും ഓണമൊക്കെ കഴിഞ്ഞ് 28 ഓണം ആവാറൊക്കെ ആയി വരുന്നല്ലേ. ഓണമൊക്കെ കഴിഞ്ഞപ്പം എന്താണ് എല്ലാവർക്കും ഒരു, എനിക്ക് കാലും ബസ്സിൽ കൂടുതൽ, നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ബസ്സിൽ കൂടുതൽ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്ത് യാത്രയൊക്കെ ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ ഇറങ്ങക്കം കയറി ചില ബസ്സിലൊക്കെ ഭയങ്കര പൊക്കമാണ്. നമുക്കതിൽ ഇങ്ങനെ കയറി ഇറങ്ങി കുറേ നേരം ബസ് യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ അത് 1-2 ദിവസം ചേർത്തുകൊണ്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇത്തിരി അങ്ങ് ഇതാണ്, കാലിനും നടുവിനും. അപ്പം ഇന്നലെ ഞാനും അണ്ണനും കൂടി ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയിരുന്നു. കാര്യം ഈ സമയത്തൊക്കെ പോയി നമ്മൾ ഇത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. മോളെ കല്യാണത്തിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ പോയി ആയുർവേദത്തിൽ കുറച്ച് ദിവസം കിടന്ന് ഒന്ന് തിരുമ്മി സ്റ്റീം ബാത്തൊക്കെ ചെയ്ത്. അണ്ണൻ്റെ ബന്ധുവിടെ ഒരു ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു. പിറ്റേ മാസം അവർ റിട്ടയർഡ് ആവുമായിരുന്നു. അപ്പോൾ ആ കുഞ്ഞമ്മ അവിടുത്തെ മെയിൻ ഡോക്ടറുമായിട്ട്, ആ ഡോക്ടറും പിറ്റേ മാസം റിട്ടയർഡ് ആവുമായിരുന്നു. ആ ഡോക്ടർ ഇപ്പോൾ എവിടെയോ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുകയാണ്. അപ്പം 10 ദിവസം കിടന്നൊന്ന് അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്താൽ കാര്യം എനിക്ക് കാലിന്, അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും മുന്നേ അത് ഈ ഇംഗ്ലീഷ് മരുന്ന് കിടന്ന് കഴിക്കുന്നതിൽ നിന്നും അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്താൽ അതിന് ഉപയോഗം വരും. ഞാൻ പ്രകൃതിയുടെ കാര്യം ആലോചിച്ചു. പ്രകൃതി ചികിത്സയിൽ പോയി കിടന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഇതല്ലാതെ ഇതിനൊന്നും വലിയ ഇതില്ല. അതുമാത്രമല്ല, അവിടെ പോയി നമുക്ക് എപ്പോഴും പ്രകൃതി ചികിത്സയ്ക്കെന്ന് പറഞ്ഞാൽ തണുപ്പ് ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ട ഒരിതാണ്. മണ്ണ് കുത്തും, കുളിക്കണം, അടുത്ത ചികിത്സ ചെയ്യണം, കുളിക്കണം, അങ്ങനെയുള്ള ഒരിതാണ്.
എൻ്റെ കുഞ്ഞമ്മ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ വിളിച്ച് തിരക്കി. അപ്പം എപ്പോഴും ആയുർവേദ ആകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് എഫക്റ്റും അങ്ങനെ ഒന്നുമില്ല, അതാണ് നല്ലത്. അങ്ങനെ ഇന്നലെ നമുക്ക് ഹെൽത്തിൻ്റെ ഇതും കൂടെ കിട്ടുന്ന, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇതും കൂടെ കിട്ടുന്ന ഒരു ഇതിലേക്ക്, അപ്പോൾ അത് നല്ല ഹോസ്പിറ്റൽ മാത്രമാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇങ്ങനെ വേറുള്ള ചെറിയ ഹോസ്പിറ്റലുകളിലൊന്നും അത് അവൈലബിൾ അല്ല. അങ്ങനെ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അതിൻ്റെ ഇത് ഞാൻ കണ്ടു. അത് പുത്തൂരാണ്, കൊട്ടാരക്കര പുത്തൂര്. ആ ഹോസ്പിറ്റലിൽ ഇന്നലെ ഞാനും അണ്ണനും കൂടെ പോയി അപ്പം കണ്ട് ഡോക്ടർ ആദ്യം ഒരു ഇതിലേക്ക് വിളിച്ച് പിന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡോക്ടറെ ഇതിലേക്ക് വിട്ട് എൻ്റെ ഒരു എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അത് നടത്തിയിട്ട് പിന്നെ എന്നെ വിട്ടത് അവിടുത്തെ മെയിൻ ഡോക്ടറാണ്, അവിടുത്തെ പ്രിൻസിപ്പാള് പ്രൊഫസറാണ്. ആ ഡോക്ടറാണ് ഡോക്ടർ പ്രദീപ്. ആ ഡോക്ടർ OP ചൊവ്വയും വെള്ളിയാണ്. അങ്ങനെ ആ ഡോക്ടറാണ് എന്നെ നോക്കിയത്. അപ്പം അവിടെ ഇരുന്ന് 2 വർഷം കൊണ്ടൊക്കെ ചികിത്സ ചെയ്യുന്നവരും 2 വർഷം കൊണ്ട് അവിടെ വരുന്നവരും മുമ്പേയൊക്കെ വന്ന് കിടന്നിട്ടുള്ളവരും ഒക്കെ അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പം ഡോക്ടർ ഇങ്ങനെ എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കിടക്കാനാണോ വന്നതെന്നാണ് ഡോക്ടർ ചോദിച്ചത്. കിടന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല ഡോക്ടർ. അപ്പോൾ പറഞ്ഞ് ഇന്ന് കിടക്കണ്ട, 10 ദിവസത്തെ മരുന്ന് കൊണ്ടുപോയി ശരീരത്ത് കിടക്കുന്ന നീരെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 ജാതി കഷായം, 5 ജാതി ഗുളികയുണ്ട്. 10 ദിവസത്തെ ഗുളികയ്ക്ക് നമുക്ക് 979 രൂപ ഗുളികയ്ക്ക് മാത്രമായിരുന്നില്ല. അപ്പം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ. പിന്നെ നമുക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയണത് കിടന്ന് 14 ദിവസമാണ് കിടക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ 14 ദിവസം കിടന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായ ഉപയോഗം ശരീരത്തിന് വരും. വെയിറ്റിനും അതിൻ്റേതായ വ്യത്യാസം വരും, നീര് കെട്ടി കിടക്കുന്നതും എല്ലാം. ഇന്നലെ തന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നീരുകളെല്ലാം മാറുമ്പം അതിൻ്റേതായ വ്യത്യാസം കുറച്ചുകൂടി വരും. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴായാലും നല്ലതാണ്. എൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് അവർ അന്വേഷിച്ച് അതും മറ്റേ ഇംഗ്ലീഷ് മരുന്നിൻ്റെ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പൈസയൊന്നും വലിയത് കിട്ടത്തില്ല. കുറച്ച് പൈസയെ കിട്ടുള്ളൂ, ബാക്കി പൈസ നമ്മൾ അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നതും. അപ്പം ഡോക്ടർ 30-ാം തീയതിയിലത്തേക്ക് അഡ്മിറ്റിനുള്ള ഡേറ്റും എഴുതിയിട്ടേക്കാണ് അവിടെ. അപ്പം ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് വിളിച്ച് പറയാം, എന്നത്തേക്ക് ചെല്ലും എന്നുള്ളത് വിളിച്ച് പറയാം. ദിവസം ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അത് ഡോക്ടറുടെ അല്ല, പിന്നെ ഫ്രണ്ട് ഓഫീസിൽ വന്ന് അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് കിടക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദിവസം ചേഞ്ച് ഉണ്ടെങ്കിൽ 2 ദിവസം മുന്നേ പറയണേന്ന്. കാര്യം അവർക്ക് അതിനുള്ള ആൾ കർക്കിടക മാസത്തിലൊന്നും ഒരു തരത്തിലും ആൾ അവിടെ പറ്റൂല എന്ന് പറയുന്നത്. അത്രയ്ക്കും നല്ല ഒരിതാണ് അവിടെ. അങ്ങനെ പോയി ഇതാക്കി ഇനി മോനോടുകൂടി ഒന്ന് ആലോചിച്ച് എന്ത് വേണമെന്നുള്ള ഒരു ഇതെടുക്കാൻ. എൻ്റെ മോനോട് ആലോചിക്കാതെ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ആശുപത്രിയിൽ പോയൊന്ന് കണ്ടു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി അറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ പോയി. പക്ഷേ അത് ചെയ്താൽ നമുക്ക് എണീച്ച് നടക്കാനും എടുക്കാനും നമ്മളെ മേലത്തെ ചേച്ചി പോയി 1 മാസം കിടന്ന്
ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ചേച്ചിക്ക് ഇന്ന് എല്ലാത്തിനും ആ ശരീരത്തിന് അതിനനുസരിച്ച് ചേച്ചി വേറൊരു സ്ഥലത്താണ് പോയത്. അതിപ്പം തോനെ നാളായി. അതിനനുസരിച്ചുള്ള ചേച്ചിക്ക് ജോലി ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നുണ്ട്. അതുപോലെ മെയിനായിട്ടുള്ള എൻ്റെ കുഞ്ഞമ്മ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് കുഞ്ഞമ്മയ്ക്കും അതിൻ്റേതായ ഉപയോഗം ഉണ്ടായി. അങ്ങനെ ആയുർവേദം ചെയ്തവർക്ക് ഒരിക്കലും അതിനൊരു ദോഷം ഉണ്ടാവില്ല, ഉപയോഗമേ ഉണ്ടാവൂ. അപ്പം സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം ഇനി എന്ത് വേണമെന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് തിന്ന് നമ്മളെ ശരീരം ഓരോ ദിവസവും നശിക്കാനല്ലാതെ അതിനൊരു ഉപയോഗവും തിന്ന് നമ്മുടെ ശരീരം ഇതാവുന്നതല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നല്ല പയറും ക്യാരറ്റും ഒരു സവാളയും കൂടെ ഇട്ട് ഒരു തോരൻ വയ്ക്കാൻ വിചാരിച്ചു. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അരിയാഹാരം കഴിക്കണ്ട, കഴിവതും ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും അരിയാഹാരം കഴിക്കണ്ടെന്ന് തന്നെ പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഞാൻ കൂരവ് വാങ്ങിക്കൊണ്ട് വന്നു. ഇന്നിപ്പോൾ കാലത്തെ കൂരവും അരിയും കൂടെ ആട്ടിയെന്ന് ഒരു ദോശ തിന്നു. പിന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് ഇവിടെ വാങ്ങിക്കുന്നതിന് അരിയിൽ ഇത്തിരി പാല്, പിന്നെ അര ഗ്ലാസ് പാല്, നമ്മളെ ചായ ഇടാനുള്ള പാല്, ഞാനത് അര ഗ്ലാസ് പാൽ അങ്ങെടുത്ത് കുടിച്ചു. ഇനിയിപ്പോൾ നമ്മളൊരു വാഴക്കൊല വെട്ടി പഴുപ്പിച്ച് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ആ കൊല പഴുത്ത പഴമുണ്ട്. നല്ല നാടൻ പഴമല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു പഴം പുഴുങ്ങി നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഉള്ള ഒരു ഇത് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ മീൻകറി ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്കുള്ള അതുകൂടെ ഒന്ന് ചേർത്തിടണം. മീൻകറിയുടെ തീ ഒന്ന് ശകലം ഒന്ന് കുറച്ച് കൊടുക്കാം. പുളിശ്ശേരിയുടെ അരപ്പതാണ്. ഇഞ്ചിയും ഞാനിവിടെ കാന്താരിയാണ് അരച്ചേക്കുന്നത്. മരുമോളെ അമ്മ വന്നപ്പോൾ കാന്താരി കൊണ്ട് തന്നു. നമുക്ക് കാന്താരി ഉണ്ട്, എന്നാലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടെന്ന് നാൾ പറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാന്താരി കൊണ്ട് തന്നു. കാന്താരി എപ്പോഴും നമുക്ക് കൂട്ടുന്നത് നല്ലതാണ്. പുളിശ്ശേരിക്ക് കുറച്ച് തൈര് ഉറയിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ട തൈരാണ് കേട്ടോ. കുറച്ച് കാണിച്ച് നമ്മൾ പാല് മേടിച്ച് ഉറ കഴിക്കുന്നതും കടകളിൽ നിന്ന് മേടിക്കുന്ന തൈരുമായിട്ട് കണ്ടോ നല്ല സൂപ്പർ ഇതുണ്ടോ, കണ്ടോ. ഉറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയെടുത്ത് പുളിശ്ശേരി വയ്ക്കാം. ഇത്തിരി ഉറക്കി വെച്ചിരുന്നാലേ നമുക്ക് ഇനിയും പാല് ഉറയടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇത്തിരി ഉറക്കി വെച്ചിട്ട് ബാക്കിയെടുത്ത് പുളിശ്ശേരിക്ക് പാല് കാച്ചിയതാണ്.
പിന്നെ നമുക്ക് മോര് കറി അനത്തിയെടുക്കാം. അതിലേക്ക് ഉപ്പിടട്ടെ. ഞാൻ പോയ ഹോസ്പിറ്റലിൻ്റെ വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. കൊട്ടാരക്കര കൊല്ലം പറഞ്ഞ് നമ്മൾ കൊല്ലത്ത് പോകാൻ പറ്റണം. അപ്പോൾ വെറുതെ ഒന്ന് എവിടെ ഇറങ്ങണമെന്ന് ചോദിക്കാനായിട്ട് ബാക്കിയെല്ലാം തലേക്കുന്ന ദിവസം വിളിച്ച് വെച്ചു. എവിടെ ഇറങ്ങണം എന്നൊന്ന് ചോദിക്കാൻ വിളിച്ചപ്പം ആണ് പറയുന്നത് നിങ്ങളെ കടയ്ക്കൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പം നിലമേ വഴിയാണ് വരണേന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് കൊട്ടാരക്കര വന്നാൽ കൊട്ടാരക്കര എന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. കൊട്ടാരക്കര എന്ന് വന്നാൽ മതി. അവിടെ നിന്ന് കൊട്ടാരക്കര നിന്ന് പുത്തൂർ ഭരണിക്കാവ് ബസ് കിടക്കും. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ പുത്തൂർ ഭരണിക്കാവ് ബസ് കിടക്കും. അതുകൊണ്ട് നല്ല എളുപ്പമായി പെട്ടെന്ന് തന്നെ അങ്ങ് എത്തുകയും ചെയ്തു. ആ ഹോസ്പിറ്റലിൻ്റെ ഒരു 100 മീറ്റർ താഴെയാണ് ബസ് നിർത്തുന്നത്. ഒരു കൊച്ചു കയറ്റം കയറി അങ്ങ് നിർത്തുന്നത് ബസ്സാണ്, അല്ല ഹോസ്പിറ്റലാണ്. നല്ലൊരു കയറ്റമാണെന്നേ ഉള്ളൂ. സൂപ്പർ കേട്ടോ, സൂപ്പർ മീൻകറി. നമ്മളെപ്പോഴും കൊച്ചു മീൻകറികളാണ് നമുക്ക്. കൊച്ചു മീനിട്ട് നെത്തോലി മത്തിയും അതൊക്കെയാണ് നമ്മളെ നല്ല മീൻകറികൾ. അപ്പോൾ അതേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വേണ്ട നല്ല സൂപ്പർ നെത്തോലി കറി. പിന്നെ നമുക്ക് ശകലം കടു താളിക്കണം. മീനും വേണം, മോര് കറിക്കും വേണം. അപ്പം നമുക്കൊരു ശകലം കടു താളിക്കാനായിട്ട് ഞാൻ അങ്ങനെ എന്തിനെങ്കിലും കടു വറുക്കുമ്പം മീൻ ഒഴിക്കുമെന്നല്ലാതെ മീനായിട്ട് അങ്ങനെ കടു വറുക്കുന്ന പതിവില്ല. കുട്ടൂസുമോന് പരീക്ഷ. അതിമോനെ ഇന്നലെ വിളിച്ചപ്പം മമ്മ നമ്മൾ ടൂറിന് പോവുകയാണ്, 3 ദിവസം ടൂറിന് പോവുകയാണ്, ഇവിടെയാണ് പോണേന്ന് പറയൂല, എനിക്കെന്താ പഠിക്കാൻ പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു കുട്ടൂസിന് പോകണം. അയ്യേ നാണക്കേട് തന്നെ, കുട്ടൂസിന് പഠിക്കാൻ പോകണം, ഞാൻ ടൂറിന് പോകാൻ പോവുകയാണ് എന്നും പറഞ്ഞ കുറേ ഡയലോഗുകൾ കുട്ടൂസുമോൻ പാസ്സാക്കി. കുട്ടൂസുമോനെന്ന് ആദ്യമോൻ അങ്ങനത്തെ ആദ്യമോൻ. ഇപ്പം കടു ഇട്ടു. മോര് കറി അനന്നിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പിരിഞ്ഞു പോയാണ് കായ്പോയി. ഉള്ളി ഇട്ടു.
കറിവേപ്പ്, ഇനി നമുക്ക് തോരൻ വയ്ക്കണം. നമുക്ക് തോരൻ വയ്ക്കാം. മീനിനങ്ങനെ ഞാൻ കടുവത്ത് വയ്ക്കില്ല. ഒന്ന് തോരനിലേക്ക് മോര് കറിക്കും നല്ല സൂപ്പർ മോര് കറിയും റെഡിയായിട്ടുണ്ട്. ദേ കണ്ടോ, നല്ല സൂപ്പർ മോര് കറിയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പയറും ക്യാരറ്റും സവാളയും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, തീ കുറച്ചങ്ങ് അടച്ചിടാം. ചോറ് നല്ല സൂപ്പർ, നമ്മുടെ ബാങ്കിൽ കൊടുത്ത കിറ്റിൽ കിട്ടിയ അരിയാണ്. നല്ല സൂപ്പർ വെള്ളയരി ചോറ് കണ്ടോ. അപ്പോൾ ഇതങ്ങ് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കിക്കൊണ്ട് വയ്ക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് നല്ല ചൂടായി ഇരിക്കും. ഓഫ് ചെയ്യട്ടെ. മോര് കറി, നല്ല സൂപ്പർ തോരൻ, ക്യാരറ്റും പയറും കൂടി നല്ല നമ്മുടെ നെത്തോലി മീൻ കറി ഇഷ്ടമായില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊണ്. പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. നമ്മളെ കോഴിയിടുന്ന മുട്ട കണ്ടോ, എല്ലാം കഴുകി വൃത്തിയാക്കി തൂത്തുവാരി അടുക്കള പണി തീർത്തു. അരി വെള്ളത്തിയിടണം. നമുക്ക് അടുക്കളയിൽ നിന്ന് അകത്തോട്ട് പോവാം. നമ്മളെ കൊല വെളുത്തിരിക്കുന്നുണ്ടോ, തീരാറായി കണ്ടോ. ഒരു കൊല പഴത്തിന് അയ്യോ.
ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനലുകാരുടെ പരിശുദ്ധി നിങ്ങൾ ആദ്യം പരിശോധിക്കുന്നു. എന്നിട്ട് വേണം അനന്തപുരി തറവാടിന് ഗേറ്റ് കയറുന്നവരാണ്. നേരിൽ ഇത്തരം ചോദ്യങ്ങളുമായി ആരും ഇങ്ങോട്ട് കയറിയായിരുന്നു. അങ്ങനെ കിച്ചൺ വീഡിയോ ഒക്കെ കഴിഞ്ഞു, ചോറൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങൾ വെക്കുന്നതിനും എടുക്കുന്നതിനും ഞാൻ ഇന്നാളെ അത് പറയണമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ ഈ അടുപ്പ് ഇപ്പം അടുപ്പ് ഒരു ഭാഗത്തായിരിക്കും, ഗ്യാസ് ഒരു ഭാഗത്തായിരിക്കും. ഓരോന്നും വെക്കുന്നതിന് നമ്മളിപ്പം അടുപ്പ് നിന്ന് തീ പറ്റിക്കുമ്പം അത് കിഴക്ക് പടിഞ്ഞാറോട്ട് ആ ദിക്കിൽ നിന്ന് അങ്ങനെ നോക്കിയായിരിക്കുമല്ലോ തീ പറ്റിക്കുന്നത്. അതാണല്ലോ അതിൻ്റെ ആ ഒരു ദിശ. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചില വീട്ടിൽ നമുക്ക് ഇപ്പം കിഴക്ക് പടിഞ്ഞാറ് നമ്മൾ തീ പറ്റിക്കുന്ന അടുപ്പ് അങ്ങനെയാണെങ്കിലും ഗ്യാസ് വയ്ക്കുമ്പം ചിലപ്പം ദിശ തെറ്റാറുണ്ട്, മാറി വരാറുണ്ട്. പക്ഷേ എപ്പോഴും അഗ്നി കിഴക്ക് പടിഞ്ഞാറ് തന്നെ വേണം എന്നുള്ള ഒരു ഇതാണ് ഏറ്റവും നല്ലത്. വയ്ക്കുന്നത് അങ്ങനെയാണ് ആവണം എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പ് വയ്ക്കുന്നത് എപ്പോഴും നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതു ഭാഗത്ത് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ ഉപ്പ് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന ആ വലതു ഭാഗത്ത് തന്നെ ഉപ്പ് വയ്ക്കുക. അതുപോലെ തന്നെ ആ ഭരണിയിൽ ഉപ്പ് തീരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് വയ്ക്കുന്നത് നല്ല വൃത്തിയുള്ള ഒരു ഭരണിയിൽ വയ്ക്കുന്നതാണ്. നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഭരണിയില്ലാത്ത വീടുകളിലൊക്കെ എന്ത് ചെയ്യും എന്ന് വിചാരിക്കും. ഇപ്പം ഉപ്പ് ഇട്ട് വയ്ക്കുന്ന പാത്രം എപ്പോഴും നമ്മൾ നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഉപ്പ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്ത് തന്നെ ഉപ്പ് വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് മാത്രമല്ല, കടം കയറില്ല എന്നുള്ള ഒരു ചെല്ലുകൂടിയുണ്ട്. നമ്മുടെ ഉപ്പ് ഭരണിയിൽ ഉപ്പ് തീരാതെ നോക്കുക. അത് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ ഭരണി. പണ്ടേ ഉള്ള നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട് വയ്ക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഭരണി, അതിൻ്റെ ചെറിയ ഭരണികളൊക്കെ മേടിക്കാൻ കിട്ടും. ആ ഭരണിയിൽ തന്നെ നമ്മൾ ഉപ്പിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതിൽ അഴുക്ക് പറ്റുമ്പോൾ നല്ല വൃത്തിയായി കഴുകി ഞങ്ങൾ സൂക്ഷിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആ ഉപ്പിൻ്റെ കാര്യം നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഒരു പ്രധാന കാര്യമാണ് ഉപ്പെന്ന് പറഞ്ഞത്. നമ്മളൊരു ചെറിയ കാര്യമല്ല ഉപ്പ്, നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അരിക്കലത്തിൽ അരി തീരരുത്. നമ്മൾ ഏറ്റവും അവസാനം അരി എടുക്കുമ്പോൾ അതിൽ ഒരു 10 മണി അരിയെങ്കിലും ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ അരി എടുക്കാവൂ. അരിക്കലത്തിൽ അരി തീരരുത് എന്നുള്ളൊരു ശാസ്ത്രമുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് അടുക്കളയിൽ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കായാലും, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നമുക്ക് കാഴ്ച കാണുന്നതിനായാലും, നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് ഓരോത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കാര്യത്തിനും ഒരേ പോസിറ്റീവ് ഇതുണ്ട്. നമ്മൾ അടുക്കളയിലൊക്കെ മണി പ്ലാന്റും അങ്ങനെ ഇങ്ങനെ ഓരോന്നും കുപ്പിയിലാക്കിയായാലും അങ്ങനെയൊക്കെ വെച്ചേക്കുന്ന ഒരിതുണ്ട്. അത് വയ്ക്കുന്നതിനും ഒരേ ദിശയുണ്ട്. അത് ദിശ അനുസരിച്ചല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അതും ദോഷമാണ്. അതെല്ലാം നമ്മൾ നോക്കി കണ്ട് മാത്രമേ നമ്മൾ വയ്ക്കാൻ പാടുള്ളൂ.
മണി പ്ലാന്റ് നമ്മൾ വെക്കുന്നത് മിക്കവാറും കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ കിഴക്ക് തെക്കായിട്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്, കിഴക്ക് പടിഞ്ഞാറ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ ദിശ, നമ്മുടെ വീട്ടിൻ്റെ ദിശ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അതനുസരിച്ച് മാത്രം മണി പ്ലാന്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. തെക്ക് പടിഞ്ഞാറ് വെച്ചാലും മണി പ്ലാന്റ് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വീടിൻ്റെ ദിശ അനുസരിച്ച് അതിൻ്റെ മണി പ്ലാന്റിൻ്റേത് ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ കന്നിമൂല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്ന റൂമാണ്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഉത്തമമായ ബെഡ്റൂമെന്ന് പറഞ്ഞാൽ കന്നിമൂല റൂമാണ്. ആ റൂം എപ്പോഴും അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയുമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മക്കൾ, വിവാഹം കഴിഞ്ഞ മക്കൾക്ക് ഉപയോഗിക്കാം, അവർക്ക് ഉത്തമമാണ്. ആ റൂം എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാനുള്ള റൂമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരിതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ഹോളുകൾ തമ്മിൽ ഇപ്പം നമുക്കുള്ള ഈ ജനലും മറ്റേ ജനലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കായിട്ടുള്ള ആ ഒരിത് ഉണ്ട്. പക്ഷേ കിഴക്ക് പടിഞ്ഞാറ് അതുകൊണ്ടൊരു അല്പ വ്യത്യാസമുണ്ട്. അതൊക്കെ എല്ലാം നമ്മൾ നോക്കി കണ്ട് വേണം, നമ്മുടെ ഓരോ ദിശ അനുസരിച്ച് വേണം നമ്മുടെ എല്ലാ ഇതും നമ്മുടെ ആ വീട്ടിൻ്റെ ഒരു വിളക്ക് കത്തിക്കുന്നത്. എപ്പോഴും നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് മാത്രമാണ് നമുക്ക് ദീപം തെളിയിക്കുന്നത്. പിന്നെ 5 തിരിയൊക്കെ ഇടുമ്പോഴത്തേക്കും 3 തിരി ഇടുമ്പോഴൊക്കെയാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇപ്പോൾ രാവിലെ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നതായിട്ട് 2 സൈഡിൽ നിന്നും തിരിയിട്ട് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് ഫ്രണ്ടിൽ മാത്രം കത്തിക്കും, കിഴക്കോട്ട് മാത്രമാണ് കത്തിക്കുന്നത്. അതേപോലെ വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കൈകൂപ്പി നിൽക്കുന്ന രീതിക്കാണ് ദീപം തെളിയിക്കുന്നത്. അത് നമുക്കൊരു പോറ്റി പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത്. അതിന് എല്ലാത്തിനും ഓരോ രീതിയുണ്ട്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യമായാലും നമ്മളത് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ഇതുണ്ട്. കാര്യം നമ്മൾ വീട്ടിൻ്റെ ദിശകൾ നോക്കി കിഴക്കോട്ടുള്ള ആ ഒരിതും ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കുന്നത് കണ്ടോ, ഇവിടെ ഈ ദിശയിലാണ്. അതിപ്പം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് നമ്മൾ തിരിയിട്ട് കത്തിക്കുന്നത്. അപ്പം നമ്മൾ ആ ദിശ അനുസരിച്ച് തന്നെ നമ്മൾ ആദ്യം കിഴക്കോട്ട് തിരിയിട്ട് അതിൽ കത്തിക്കാം. നമുക്ക് കിഴക്കോട്ടുള്ള തിരിയിൽ വേണമെങ്കിലും പടിഞ്ഞാറോട്ടുള്ള തിരിയിൽ വേണമെങ്കിലും ആദ്യം കത്തിക്കാം. 2 ദിശയിലോട്ട് വേണമെങ്കിലും നമുക്ക് ആദ്യം കത്തിക്കാം. പക്ഷെ ഞാൻ ആദ്യം കത്തിക്കുന്നെങ്കിൽ ഞാൻ കിഴക്കോട്ടുള്ള തിരി കത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പടിഞ്ഞാറോട്ടുള്ള തിരി കത്തിക്കാറുള്ളൂ. അത് ആണ് എൻ്റെ ഒരു ഇത്. നമുക്കതുപോലെ ഏത് കാര്യങ്ങൾക്കായാലും അതിനൊരു മനസ്സിൽ ആ ഒരിതുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ ഓരോ ദിശ അനുസരിച്ചുള്ള ഒരിത്, അത് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ ലെങ്ത് ഞാൻ ഇന്നിപ്പം കിച്ചൺ വീഡിയോയും കൂടി ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബായ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ മറക്കരുത്. ഞാൻ ഇട്ടതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങളതിൽ ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിൽ കൂടി ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരിക. അപ്പോൾ ഇന്ന് ഇത്രയുമാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ.